പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഐ താങ്ക് യു ഫാദർ. ഈശോ പിതാവിന് നന്ദി പറയുന്നൊരു കാഴ്ചയുണ്ട്. അതിനുള്ള കാരണം ഈ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. വലിയ സ്വർഗീയ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. അങ്ങനെ സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാനായി സ്വർഗം തിരഞ്ഞെടുത്ത ഒരു കുഞ്ഞിൻ്റെ ഓർമ്മയാണെന്ന്. ആ കുഞ്ഞിനെ തീരെ ചെറുപ്പത്തിലെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് കാണുന്നുണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വർഷമാണല്ലോ. ആളുടെ അടുത്ത് മനുഷ്യരിങ്ങനെ കൂട്ടമായിട്ട് എപ്പോഴും അനുഗ്രഹങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വരുമായിരുന്നു. എല്ലാവരുടെയും തലയിൽ കൈവച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ബൊനെ വെന്തൂരെ, നിനക്ക് സൗഖ്യമുണ്ടാവട്ടെ, സ്വർഗത്തിൻ്റെ ആശ്വാസം ലഭിക്കട്ടെ എന്നുള്ളതായിരുന്നു. ബൊനെ വെന്തൂരെ. ഒരു ചെറിയ കുഞ്ഞിനെയും കൊണ്ട് അപ്പനും അമ്മയും വരുന്നു. അവർ പറയുന്നുണ്ട് ഇനി അധികം ദിവസമൊന്നും ജീവിക്കില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈദ്യന്മാരെയൊക്കെ കാണിച്ചു, ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണേ. ആള് ഇങ്ങനെ തിരക്കിനിടയിൽ ഈ കുഞ്ഞിൻ്റെ തലയിലും കൈവച്ച് പ്രാർത്ഥിച്ചു, ബൊനെ വെന്തൂരെ, നിനക്ക് സ്വർഗത്തിൻ്റെ ആശ്വാസം ലഭിക്കട്ടെ, സ്വർഗത്തിൻ്റെ സൗഖ്യം ഉണ്ടാവട്ടെ. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞ കുഞ്ഞ് ആ ദിവസം തന്നെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അവന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിച്ചു തുടങ്ങുമ്പോൾ അപ്പനും അമ്മയും തീരുമാനിക്കുന്നുണ്ട് അതേ പേര് തന്നെ ഇടാം. അവർ ആ പേരിരുന്നു, ബൊനെ വെഞ്ചൂരെ. പിന്നീട് കത്തോലിക്ക സഭയിലെ പ്രബോധകന്മാരിൽ ഒരാൾ, തിരുസഭാ പണ്ഡിതന്മാരിൽ ഒരാളായി മാറിയ വിശുദ്ധ ബൊനവെഞ്ചൂറിൻ്റെ ബാല്യകാലമാണ് കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. വലിയ സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട്, വേദപാരംഗതനായിട്ട് മാറ്റാനും മാത്രം, മെത്രാനായിട്ട് ഉയർത്താനും മാത്രം കർത്താവ് തിരഞ്ഞെടുത്തൊരു കുഞ്ഞിന്. അങ്ങനെ കാരണമായത് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ആശീർവാദം. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവിന് നന്ദി പറയാൻ നമുക്ക് ഉള്ളു തുള്ളുന്ന സന്തോഷത്തോടു കൂടി കർത്താവിന് നന്ദി പറയാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെ ആശീർവാദം കൊണ്ട് സൗഖ്യം നൽകുന്ന കർത്താവിന്, കുഞ്ഞുങ്ങളെ ഇങ്ങനെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കുന്ന കർത്താവിന്, അവർക്കായിട്ട് സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും മരിച്ചു പോകുമെന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് പോലും വേദപാരംഗതനെന്നുള്ള സഭയുടെ ഉന്നത പദവിയിലേക്കൊക്കെ എത്തിച്ചേർക്കുന്ന കർത്താവിന്. ഇത് ഒരാളുടെ മാത്രം കാര്യമൊന്നുമല്ലാന്നേ, ഇവിടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന സാധ്യതകളാണ്. വേദനിച്ചിരിക്കുന്ന നേരത്ത് ആരുടെയെങ്കിലും തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം. ആർക്കും ആരെ വേണമെങ്കിലും ആശീർവദിക്കാം. വലിയ പ്രയാസങ്ങളുള്ളപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നിട്ട് തലകുനിച്ച് എന്ന് മോനെ ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഈ കുഞ്ഞ് തലയിൽ കൈവയ്ക്കുമ്പോൾ ഒരു ഇലക്ട്രിക് ഷോക്ക് അനുഭവിക്കണം. എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എപ്പോഴെങ്കിലും ചെയ്തു നോക്ക്. കുഞ്ഞു കൈകളിലൂടെ നമ്മുടെ തലയിലേക്ക്, ശിരസിലേക്ക് വരുന്ന ആശീർവാദത്തിൻ്റെ ഒരു 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 വലിയ ശക്തിയുണ്ട്. നിസ്സാരമല്ല. ആർക്കും ആരെ വേണമെങ്കിലും ആശീർവദിക്കാം. എവിടെ നിന്ന് മരിച്ചു കിടക്കുന്നിടത്തു നിന്ന് പോലും ഇങ്ങനെ ഉയർത്താനായിട്ട് കഴിവുള്ള എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഈ തിരുനാൾ തരുന്ന കനിവും കരുതലും ഒക്കെ ചെറുതല്ല. വിശുദ്ധ ബൊനവെഞ്ചൂര വഴിയായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. തമ്പുരാനെ, അങ്ങയുടെ വലിയ ദൈവിക രഹസ്യങ്ങൾ സ്വീകരിക്കാനും മാത്രം താഴ്മയോടുകൂടെ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന്. പക്ഷേ ഞങ്ങൾക്കൊന്നിനും ആവതില്ല എന്ന് പറഞ്ഞ് അങ്ങയുടെ ആശീർവാദത്തിനായി ശിരസ് താഴ്ത്താനായിട്ടുള്ള എളിമ തരണമേ എന്ന് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പ്രാർത്ഥിക്കുന്നത് പോലെ ബൊനെ വെഞ്ചൂരെ, എല്ലാവർക്കും സൗഖ്യം ഉണ്ടാവട്ടെ, എല്ലാവർക്കും സ്വർഗത്തിൻ്റെ ആശീർവാദവും ആശ്വാസവും ഉണ്ടാവട്ടെ. തളർന്നിരിക്കുന്നവരെ, വേദനിച്ചിരിക്കുന്നവരെ, ഇങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരെ, ഭാരത്തോടുകൂടെ മുന്നോട്ട് പോകുന്നവരെയൊക്കെ നമുക്ക് സഹായിക്കാനാവുന്നത് നമ്മുടെ ഒരു പ്രാർത്ഥനയോടുകൂടിയുള്ള ആശീർവാദത്തോടെ ആയിരിക്കും. മക്കളുടെ തലയിലൊക്കെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് നോക്ക്. അവരുടെ ജീവിതത്തിന് ഇതുപോലൊരു മാറ്റം ഉണ്ടാവുന്നത് കാണാൻ പറ്റും. തമ്പുരാൻ ഇങ്ങനെ ഉയർത്തുന്നത് കാണാൻ പറ്റും. ആശീർവാദത്തിൻ്റെ ഈ തിരുനാളിൽ സ്വർഗീയ ആശീർവാദത്തിനായിട്ട് നമുക്ക് ശിരസ് നമിക്കാം. തമ്പുരാൻ്റെ ഈ ആശീർവാദവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനുവേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്നൊന്ന് തിരിച്ചറിയണം. എന്നെ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും കഷ്ടപ്പാടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഉള്ളു തുറന്ന ഹൃദയം തൊട്ട പ്രാർത്ഥനയോടുകൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു ആശീർവാദം ഒരാളുടെ ജീവിതത്തെ അടിമുടി മാറ്റുമെന്നറിയണം.
എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നത്? കർത്താവെ, ആശീർവാദത്തിന്റെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ സ്വർഗീയ ആശീർവാദത്തിനായി ശിരസ്സ് നമിക്കുന്നു. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല എന്നുള്ളതാണ് പ്രതിവചന സങ്കീർത്തനം. ഒരിക്കലും പരിത്യജിക്കാത്ത വിധത്തില് സ്വർഗീയ ആശീർവാദവുമായി നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന തമ്പുരാന്റെ ആശീർവാദം കൂടെയുള്ളവർക്ക് കൊടുത്താൽ അവർക്കും തോന്നി തുടങ്ങുമല്ലോ കർത്താവ് നമ്മളെ പരിത്യജിക്കുന്നില്ല എന്ന്. ആശീർവാദത്തിൻ്റെ ഈ തിരുനാളിൽ ഇത് ആശീർവാദത്തിൻ്റെ രാത്രിയായിരിക്കട്ടെ. ഈ രാത്രിയിലെ ആശീർവാദത്തോടുകൂടെ, സ്വർഗീയ ആശീർവാദത്തോടുകൂടെ കൂടെയുള്ളവരെ, കണ്ടുമുട്ടുന്നവരെയൊക്കെ മനസ്സ് തൊട്ട് അനുഗ്രഹിക്കാനുള്ള ഒരു ദിവസമായിരിക്കട്ടെ ഈ തിരുനാൾ. അതിനായിട്ട് ഈശോ അനുഗ്രഹിക്കട്ടെ. ആമീൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.